ഇറാനിലെ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച രാജ്യങ്ങളാണ് സൗദി അറേബ്യയും ഖത്തറുമൊക്കെ. ഇസ്രായേലിന് പിന്നാലെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് US-ഉം ആക്രമണം നടത്തി. തുടർന്ന് ഖത്തറിലെ US സൈനിക താവളം ലക്ഷ്യമിട്ട് ഇറാനും ആക്രമണം നടത്തി. ഇതിനെതിരെ സൗദി രംഗത്തു വന്നു. സഹോദര രാജ്യമായ ഖത്തറിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെയും അകൽപക്ക തത്വങ്ങളുടെയും ലംഘനമാണെന്നാണ് സൗദി പറഞ്ഞത്. ഈ ആക്രമണത്തെ ന്യായീകരിക്കാനേ കഴിയില്ലെന്നും സൗദി വ്യക്തമാക്കി. സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീൻ ബിൻ ഹമദ് അൽ താനിയുമായി ഫോണിൽ സംസാരിക്കുകയും ഖത്തറിനുള്ള സൗദിയുടെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. വൈകാതെ ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ നിലവിൽ വന്നു. ആക്രമണവുമായി US-ഉം മുന്നോട്ടു പോയില്ല. ഖത്തറിൽ ആക്രമണം നടത്തേണ്ടി വന്നതിൽ ഇറാൻ ഖത്തറിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ സൗദിയും ഇറാനും ആശയവിനിമയം നടത്തിയതായി റിപ്പോർട്ട് വരുന്നു. സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ഇറാൻ്റെ പുതിയ സൈനിക മേധാവി അബ്ദുൾ റഹീം മൗസവിയുമായി ഫോണിൽ സംസാരിച്ചതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ മേഖലയിലെ ഉഭയകക്ഷി ബന്ധങ്ങൾ ഇരുവരും അവലോകനം ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. പ്രാദേശിക സംഭവവികാസങ്ങളും സുരക്ഷയും സ്ഥിരതയും നിലനിർത്താനുള്ള ശ്രമങ്ങളും ചർച്ചയിൽ വന്നതായി ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ദീർഘകാല ശത്രുക്കളായ ഇറാനും സൗദി അറേബ്യയും സമീപ വർഷങ്ങളിൽ ചൈനയുടെ മധ്യസ്ഥതയിലുള്ള ഒരു സമാധാന ശ്രമത്തിൽ മെച്ചപ്പെട്ട ബന്ധത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനിടെ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ കഴിഞ്ഞ ദിവസം സൗദി രാജകുമാരൻ രംഗത്ത് വന്നിരുന്നു. ഇറാന് പകരം ഇസ്രായേലിലെ ആണവ കേന്ദ്രത്തിലായിരുന്നു ആക്രമണം നടത്തേണ്ടിയിരുന്നതെന്ന് സൗദിയിലെ തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ പറഞ്ഞു. ഇറാഖിനെതിരായ യുദ്ധത്തെ വിമർശിച്ച ട്രംപിൻ്റെ ഇരട്ടമുഖം ഇറാനിലെ ആക്രമണത്തിലൂടെ വ്യക്തമായി. അഫ്ഗാനിലും ഇറാഖിലും അനുഭവിച്ച അതേ പ്രശ്നം ഇറാനിലും നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ട്രംപ് അധികാരമൊഴിയും വരെ താൻ US സന്ദർശിക്കില്ലെന്നും ഫൈസൽ രാജാവിൻ്റെ മകൻ വ്യക്തമാക്കി. സൗദി ഭരണാധികാരിയായിരുന്ന ഫൈസൽ രാജാവിൻ്റെ മകനാണ് തുർക്കി ഐ ഫൈസൽ രാജകുമാരൻ. സൗദി ഇൻ്റലിജൻസ് വിഭാഗം മുൻ മേധാവിയും US-ലേക്കുള്ള അംബാസഡറുമായിരുന്നു. അറബ് മാധ്യമത്തിലാണ് ഇസ്രായേലിൻ്റെയും US-ൻ്റെ ഇരട്ട നിലപാടിനെതിരെ രാജകുമാരൻ തുറന്നടിച്ചത്. നീതിയുള്ള ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. ആയിരുന്നെങ്കിൽ B-2 ബോംബറുകൾ ആദ്യം ഇടേണ്ടിയിരുന്നത് ഇസ്രായേലിലെ ഡിമോണ ആണവ കേന്ദ്രത്തിലായിരുന്നു. ഇസ്രായേലിൻ്റെ കൈവശം ആണവ ബോംബുണ്ട്. ആണവോർജ്ജ ഏജൻസിയെ അവർ പരിശോധനയ്ക്ക് അനുവദിക്കാറില്ല. ആണവ നിർവ്യാപന ഉടമ്പടിയിൽ അവർ ഭാഗവുമല്ല. ആരും ഇസ്രായേൽ ആണവ കേന്ദ്രങ്ങൾ പരിശോധിച്ചിട്ടില്ല. ഇസ്രായേലിൻ്റെ അന്ത്യത്തിനു വേണ്ടി ഇറാൻ പ്രസ്താവന നടത്തിയെന്നാണ് പലരുടെയും ആക്ഷേപം. ഇറാനെ ആക്രമിക്കാനും ഭരണം അട്ടിമറിക്കാനും പറയുന്ന ഇസ്രായേലിനെതിരെ US മിണ്ടുന്നില്ല. മറ്റു നേതാക്കളെ പോലെ സമാധാനത്തിന് വേണ്ടി വാദിക്കുന്ന ട്രംപ് ഇരട്ട നിലപാടെടുക്കരുതെന്നും അദ്ദേഹം പറയുന്നു. ഇറാഖിനെതിരായ US നീക്കത്തിനെതിരെ സംസാരിച്ച ആളാണ് ട്രംപ്. അതിൻ്റെ പ്രത്യാഘാതങ്ങളും ട്രംപ് വിശദീകരിച്ചിരുന്നു. അത് ഇറാൻ്റെ കാര്യത്തിലും അനുഭവിക്കേണ്ടി വരുമെന്നും നയതന്ത്രമാണ് ശരിയായ വഴിയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.